ബ്രിഗേഡിയർ മോഹനൻ പിള്ള, എനിക്ക് ഇടവേളയിലേക്ക് പോകണം, എങ്കിലും താങ്കളുടെ ഒരു അഭിപ്രായം കൂടി നോക്കൂ. ഒരു BSF ജവാനെ ഈ കാലയളവിൽ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു വിവരവും വരുന്നില്ല എന്നുള്ളതാണ്. രാജ്യം ഏതാണ്ട് അത് മറന്ന മട്ടിലാണ് എന്ന് തോന്നുന്നു. ആർക്കും ഒന്നും അറിയണ്ട, ആർക്കും ഒരു കാര്യം ആ വിഷയത്തിലില്ല. മറ്റൊന്ന്, ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യ പോരാട്ടം നടത്തിയത്. വാസ്തവത്തിൽ പാകിസ്ഥാന്റെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അവിടെ 100 പേർ കൊല്ലപ്പെട്ടാലും 200 പേർ കൊല്ലപ്പെട്ടാലും ഭീകരതയ്ക്കെതിരെ അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന വികാരം ഉണ്ടാകുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ. അപ്പോൾ അവിടെ ഭീകരതയ്ക്കെതിരെ മെസ്സേജ് കൊടുക്കണമെങ്കിൽ ആ നിലയിലൊരു മാസ് അറ്റാക്ക് ഉണ്ടാകണമായിരുന്നു. അതുണ്ടാക്കാൻ നമുക്ക് സാധിച്ചോ? ഇന്ത്യ ആദ്യം മുതൽ തന്നെ നമ്മുടെ എയിം സ്പെസിഫൈ ചെയ്തിരുന്നു. വി ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ എ ഫുൾ ഫ്ലെഡ്ജ് വാർ. ഒരു കാരണവശാലും ഫുൾ ഫ്ലെഡ്ജ് വാറിലോട്ട് പോകണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കറിയാൻ പറ്റും, എന്തു തന്നെയാണെങ്കിലും നമ്മൾ ആ രീതിയിലുള്ള മൊബിലൈസേഷൻ നടത്തിയിട്ടുമില്ല, അതിനുള്ള തയ്യാറെടുപ്പുമായിട്ടില്ല. കാര്യം അത് ഒരു നെഗറ്റീവായിട്ട് കാണണ്ട. കാര്യം ഈ നെയ്ബറിങ് കൺട്രിയെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് ബോർഡറിൽ ആസ് യൂഷ്വൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് തന്നെ ധാരാളമാണ്. അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ രണ്ടാമത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഒരു മൂവ്മെൻറ്റ് BSFന് ഡയറക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വരാനും ഡിഫൻസ് ഫോഴ്സസ് ആകെ മുന്നോട്ട് പോയി പോസ്റ്റ് ഒക്കുപ്പൈ ചെയ്യാനും അതാണ് യുദ്ധത്തിൽ വരേണ്ടത്. അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ ഇതിൽ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻ അത് രാജ്യത്തിൻ്റെ ജനീവ കൺവെൻഷനിലുള്ള ഒരു റൂളാണ്. ഏത് രാജ്യവുമായി, ശത്രു രാജ്യമാണെങ്കിലും ഏത് രാജ്യവുമായിട്ടുള്ള യുദ്ധമുണ്ടായെങ്കിലും ഒരു ഹോട്ട് ലൈൻ ഡിപ്ലോമസി എന്നുള്ള രീതിയിൽ ഹോട്ട് ലൈൻ ഒരു ലൈൻ എല്ലായ്പ്പോഴും അത് ഡയറക്ടർ ജനറൽ, അതായത് ഒരു സീനിയർ മിലിറ്ററി ഓഫീസേഴ്സിന് അത് 1 to 1 ആയിട്ട് കണക്ട് ചെയ്തിരിക്കണം എന്നൊരു റൂളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ DGMമാർ തമ്മിൽ സംസാരിച്ചു, കാര്യങ്ങളിലെത്തി എന്നുള്ളതാണ് നമുക്ക് ആ രീതിയിലോട്ട് വരുന്നത്. ഐ എം നോട്ട് ഡിസ്കസിങ് അബൌട്ട് ദ പൊളിറ്റിക്കൽ ആംഗിൾ. പിന്നെ ഇതിനകത്ത് BSF ജവാന്റെ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ആരും അത് മറന്നിട്ടുള്ളതല്ല. കാര്യം എൻ്റെയർ കൺട്രി ഒരു വാർ ക്ലൗഡിലൂടെ അണ്ടർഗോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാണ് ആ കാര്യങ്ങളെ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് അതാണ് ഞാൻ പറഞ്ഞത്, നാളെ നടക്കുന്ന ചർച്ചയിൽ എന്താണ് ഡിസ്കഷൻസ്, അതായത് അത് സ്വാഭാവികമായിട്ടും പ്രിസണർ ഓഫ് വാർ എന്നുള്ള രീതിയിൽ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ എക്സ്ചേഞ്ചിങ്ങിനുള്ള പ്രൊസീജിയർ ഉണ്ടാവും. ആ പ്രൊസീജിയർ വെച്ചിട്ട് വരും. കാര്യം കുൽഭൂഷൺ യാദവിൻ്റെ ഒന്നും അങ്ങനെയുള്ള ഒരു കേസ് ആവില്ല. കാര്യം അത് അവർ തന്നെ അഡ്മിറ്റ് ചെയ്തു, ബോർഡറിൽ ബൈ മിസ്റ്റേക്ക് അദ്ദേഹം ക്രോസ് ചെയ്ത് പോയി. പക്ഷേ ഈ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അവർക്കൊരു ഒരു അഡ്വാൻറ്റേജ് കിട്ടി, ആളിനെ ക്യാപ്റ്റീവ് ആക്കി എന്നുള്ള ഒരു രീതിയിൽ നമ്മളതിനെ കണ്ടാൽ മതി. അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വരും, ഡിപ്ലോമസി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗിലൂടെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് സെക്കൻഡറിയാണ്. പക്ഷേ മെയിനായിട്ട് വരാൻ പോകുന്നത്, ഞാൻ പറഞ്ഞത്, ടെററിസത്തിനോട് ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല ഗവൺമെൻറ് എന്നുണ്ടെങ്കിൽ, അതുപോലെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പൊളിറ്റിക്കൽ എയിമിലും കോംപ്രമൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എയിം ഐ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് എന്താണെന്നുള്ളത്, അതുപോലെ മിലിറ്ററി എയിമിലും കോംപ്രമൈസ് ചെയ്യരുത്. വി ഷുഡ് ട്രൈ ടു ഗെറ്റ് ദോസ് ഹാർഡ് കോർ ടെററിസ്റ്റ് ബാക്ക് ടു ഇന്ത്യ ആൻഡ് ഗീവ് അഡിക്വേറ്റ് പണിഷ്മെൻറ്റ്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ജനങ്ങളുടെ ഒരു വികാരം കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് ആവരുത്. അതുപോലെ പൊളിറ്റിക്കൽ എയിമിലും ആവരുത്. ഇൻഡസ് റിവർ ട്രീറ്റിയിലും പുറകോട്ട് പോകാതെ വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ രീതിയിലും ഈ ടെററിസ്റ്റാനെ സാൻഡ്വിച്ച് ആക്കുകയാണെങ്കിൽ, അതുപോലെ ബലൂച്ചിലുള്ള ഒരു ഇൻഡയറക്റ്റ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്കത് കാണുകയും ചെയ്യണം. പിന്നെ ഇതിനകത്തുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ചൈന ഫാക്ടറാണ്. ആ ചൈന ഫാക്ടറെ ഞാൻ എല്ലായ്പ്പോഴും കാണുന്നത്, ചൈന ഫാക്ടറെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റാക്ക് തുടങ്ങിയപ്പം മുതൽ അവർ US അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്തോട്ട് അങ്ങ് വരുവാണ്. വെദർ വി ഇൻവൈറ്റഡ് ദം ഓർ നോട്ട്. അവരെല്ലാ ദിവസവും പ്രസ് കോൺഫറൻസ് നടത്തുവാണ്. എസ്കലേറ്റ് ആവരുത്, അല്ലെ എസ്കലേറ്റ് ആവണം. ഒരു ദിവസം പറയുന്നു അവർ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തീർക്കുക, അതായത് ഡയലോഗിലൂടെ. ഇങ്ങനെയുള്ള ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും നമ്മളത് നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ടില്ല. കാര്യം വേറൊരു തേർഡ് പാർട്ടിയെ നമ്മളെ മീഡിയേഷന് വേണ്ടി അംഗീകരിച്ചിട്ടില്ല, സഹകരിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ ചൈന ഫാക്ടർ, ചൈന എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചതിലുപരിയായിട്ട് അവരൊരു വളരെ റിസർവ് രീതിയിലാണ് അവരവരുടെ പ്രതിക്രിയ പറഞ്ഞിട്ടുള്ളത്. അവർ ഓഫ് കോഴ്സ് നിങ്ങൾ രണ്ട് നെയ്ബറിങ് കൺട്രീസാണ്, നാളെയും കാണേണ്ടതാണെന്നുള്ള രീതിയിലാണ്. അപ്പം ചൈന ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് US കൊടുത്ത കാര്യം, ഈ ഏരിയയിലുള്ള നെയ്ബേഴ്സാണ്, അവർ ആ
രീതിയിൽ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചൈന പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ നമ്മുടെ അയൽ രാജ്യത്തിന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചു ഒരു പക്ഷേ ചൈനയുടെ ഡയറക്റ്റ് ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇൻ്റർഫിയറൻസ് ഡയറക്റ്റിൽ അല്ലെങ്കിൽ പോലും ഉണ്ടാകുമെന്ന് വിചാരിച്ചതിൽ അതൊന്നും നടന്നില്ല. പക്ഷേ നമ്മുടെ പ്ലക്കാർഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ട്രംപ് കാർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറർ എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആയിരുന്നു.